ഞാൻ ഈ സദസ്സിൻ്റെ പ്രധാനം അതാണ് ആദ്യം തന്നെ എനിക്കറിയാം. എൻ്റെ പേര് ഈ സദസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പസിൻ്റെ നിങ്ങളുടെ വാഫിയുടെ ചോരയായി മാറിയ ബഹുമാന്യനായ ഉസ്താദ് വാഫി അവരുടെ ഇവിടെ ക്ലാസ് നടത്തിയ എൻ്റെ പ്രിയപ്പെട്ട അൽത്താഫ് തൊടുപുഴ എന്ന വിദ്യാർത്ഥി സൗര ഭാഷണം നടത്തിയ സലാഹുദ്ദീൻ അസാന്നിധ്യം കൊണ്ടാണെങ്കിലും നമ്മുടെ ഈ സദസ്സിൽ എത്തിപ്പെടാൻ വൈകിയാണെങ്കിൽ എത്തിപ്പെടുന്ന നമ്മുടെ പ്രധാന ബഹുമാന്യരായ ഉസ്താദ് അഭിമാനി മുഹമ്മദ് ഫൈസി പിന്നെ സദസ്സിലുള്ള ഒരാളുടെ പേര് ഇതിലുണ്ട്, പക്ഷെ എല്ലാവരും വായിക്കേണ്ട. ചിലപ്പോൾ ആളുകളുടെ പേരില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ സദസ്സിലുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും വഴി ഒരുമിച്ച് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ വിളിക്കാൻ കാരണം എൻ്റെ പേരക്കുട്ടികൾ ഇപ്പൊ ഇവിടെ പഠിക്കുന്നുണ്ട്. കുട്ടികളല്ല പേരക്കുട്ടികൾ. നമ്മളെ വിജയത്തിൻ്റെ കുട്ടികളെ കുറിച്ച് അപ്പൊ പ്രിയമുള്ളവർ, ഇങ്ങനത്തെ ഒരു മഹത്തായ സദസ്സിനെ നമ്മളെ പോലുള്ള ആളുകളെ അഭിമുഖീകരിച്ച് വരാൻ കാരണം ഞായറാഴ്ച ഒഴിവിച്ചാണ് പരിപാടികളൊക്കെ ഉണ്ട്. ഒഴിവിച്ച് വരുന്നുള്ള കാരണം എൻ്റെ പ്രിയപ്പെട്ട മാസ്റ്ററായിരുന്ന പറപ്പൂര് ഔറു മാസ്റ്റർ ഒരിക്കൽ ഞങ്ങൾക്ക് ഇതുപോലുള്ള ഒരു സദസ്സിൽ വെച്ച് ഞങ്ങൾ പറഞ്ഞൊരു വാക്ക്, മക്കളെ നിങ്ങളെ അഭിമുഖീകരിക്കാൻ ഈ പ്രായമായ സമയത്തോട് ഞാൻ പറഞ്ഞത്, ഞാൻ എന്നെ കബറടക്കുന്ന സമയത്ത് ഇതിൽ ചിലരെങ്കിലും വന്നിട്ട് ഒരു പിടി മണ്ണ് 3 പിടി മണ്ണിടരുത്. ഇപ്പൊ പറയുമ്പോൾ വാക്കുകൾക്ക് അറിയോ? അറിയില്ലേ? ആ 3 പിടി മണ്ണിടുമ്പോ ഉണ്ടാകുന്ന ആ മണ്ണിന്റെ അളവ് കണ്ട് ഉസ്താദ് എനിക്ക് അറിയില്ല, ആ മാഷ് പറഞ്ഞതാണ്. മണ്ണിന്റെ അളവ് കണ്ടിട്ട് ഒരു പക്ഷേ എൻ്റെ ദോഷങ്ങളൊക്കെ അതുകൊണ്ട് പുറത്തു പോയാൽ ഞാൻ ഭാഗ്യവാനാണ്. ഇതേ ഒരു സന്ദേശമാണ് നിങ്ങളോട് എനിക്ക് പറയാൻ. പത്രത്തിൽ എവിടെയെങ്കിലുമൊക്കെ പേര് കേട്ടാൽ നാളെ മരിച്ചിട്ടുണ്ടെന്ന് കേട്ടാൽ എന്ത് ചെയ്യാം? ഒരു വാദ്യം ഓതണം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. അള്ളാഹു ഗ്രഹമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥന പറ്റുമെങ്കിൽ നമസ്കാരം. അതാണ് ഞാനൊക്കെ സത്യത്തിൽ ഇത്തരം സദസ്സുകളെ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ മഹത്വം, നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഒരു ആനന്റെ വെപ്പ് പറയണമെങ്കിൽ നമുക്കൊന്നും വെച്ചിട്ടുണ്ടാവില്ല. അത്രമാതിരി അത്രമേൽ മഹത്വമേറിയ വ്യക്തിത്വങ്ങളാണ് എൻ്റെ മുന്നിലേക്ക് ചില സദസ്സുകളിൽ പക്ഷെ നമുക്ക് അവസരം കിട്ടൂല നിങ്ങളോട് പറയാം. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ അഭിമുഖീകരിച്ചത്. ഈ പ്രാവശ്യം വാഫി പ്രസ്ഥാനത്തിലേക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് 2 പേര് ഒരു ടീം തന്നെ ഉണ്ട്. ആരാണത്? നമ്മളെ ഈ റഷ്യൻ സ്കൂൾ പഠിച്ച കുട്ടി ഇവിടെ ഒരാൾ കൂടി ഉണ്ട്. വേറെ എവിടെ പഠിക്കുന്നത്? 2 പേര് ഏകദേശം ഇതേ ഫീൽഡിൽ പഠിക്കാൻ പോകുന്നുണ്ട് എൻ്റെ അറിവിൽ. അത് നമ്മുടെ വിജയമായിട്ടാണ് നമ്മൾ അവിടെ ഇവിടെ ഇത്തരം മഹത്തായ സദസ്സിൽ ഇത്തരം കാര്യങ്ങൾ പറയാനല്ല ഞാൻ വന്നതെങ്കിലും എൻ്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ നമ്മൾ പറയാം സദസ്സിനനുസരിച്ച് അപ്പം എന്ത് പറയണം അത് നോക്കി പറയാം. അല്ലാതെ ഞാൻ പഠിച്ചു കൊടുക്കുന്ന ഒരു വിഷയം അവതരിപ്പിക്കാനൊന്നും ഞാൻ സാധാരണ മുതിരാറില്ല. കാരണം നമ്മുടെ അനുഭവങ്ങൾ പുസ്തകങ്ങളുടെ ഇൽമു മുന്നിൽ കൊടുക്കുകയാണ്.
ഉസ്താദ് എക്സ്പീരിയൻസ് ഉണ്ട്, പരിചയമാണ്. വേറൊരു സദസ്സിൽ ഞാൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ട് ഞെട്ടിത്തിരിച്ചിരിക്കെ ഒരു പ്രഭാഷണം കേട്ട്. അപ്പോ സാർ പറഞ്ഞ ആ സദസ്സില് അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇന്നുണ്ടല്ലോ, അതാണ് നമുക്ക് ഈ ഓരോ സമയത്തും കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇൽമിന്റെ സ്ഥാനം എന്താണ്. ഇത് പറയേണ്ട സദസ്സാണോ അല്ലേ എന്ന് എനിക്കറിയാം. പക്ഷേ കഴിഞ്ഞ ശരിക്കുണ്ടായ ഒരു അനുഭവം ഞങ്ങളുണ്ട്. എല്ലാം അനുഭവങ്ങളാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ വാഫി കോളേജ് തൊട്ടടുത്ത് പ്രഗത്ഭ ആദ്യമായി ഉസ്താദൊക്കെ പഠിച്ച വാഫി കോളേജ് ആയിരിക്കും വളാഞ്ചേരി മർക്കസ് ഒരു വലിയൊരു പരിപാടി നടത്തുമ്പോൾ ഞാനും അവിടെ ഉണ്ട്. ആ സദസ്സിൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും സമ്പന്നനായ ഒരു വ്യക്തി അവിടെ ആ സ്റ്റേജിൽ ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു 3/4 മണിക്കൂറിൽ കൂടുതൽ ഏകദേശം 1 മണിക്കൂറോളം പരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഒരു 2-3 പ്രസംഗങ്ങൾ എടുത്തിട്ട് എന്റെ ഒരു സഹോദരൻ സുഹൃത്ത്, ആ സുഹൃത്ത് ഞാനിവിടെ വന്നത്, അദ്ദേഹം അവിടെ സ്റ്റേജിൽ അദ്ദേഹത്തിന് ഒരു ആശംസാ പ്രസംഗം കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്നെ വല്ലാതെ മനസ്സിലായി. ലോകത്ത് അറിയപ്പെടുന്ന 7 സമ്പന്നരിൽ ഒരാൾ ഇന്ന് ദരിദ്രനാണ്, അഥവാ സമ്പത്ത് നശിച്ചു പോയി. സമ്പത്ത് നശിച്ചു പോയി. പക്ഷേ ഇൽമതുപോലെ നശിച്ചു പോയില്ല. അപ്പൊ ഏതിന് കൊടുക്കണം സ്ഥാനം? ഇൽമിനാണ് കൊടുക്കേണ്ടത്, അറിവിനാണ് കൊടുക്കേണ്ടത്, പണ്ഡിതനാണ് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങളെടുത്ത് കിട്ടുന്ന ഈ അറിവുകളെ നശിച്ചു പോകാത്ത അറിവുകളാണ്, ഒരിക്കലും നഷ്ടപ്പെടാത്ത അറിവുകളാണ്. അതേ അവസരത്തിൽ നിങ്ങൾക്ക് കുറെ സമ്പന്ന, പക്ഷേ നാളെ നിങ്ങൾ പക്ഷെ വലിയ ദരിദ്രനായി മാറിയേക്കാം. അപ്പോ എത്ര നമ്മൾ ഏത് അറിവ് പഠിക്കുന്നുണ്ടോ അത്രയും അദ്ദേഹത്തിന്റെ ഇരിക്കുന്ന പിന്നെ ആ മഹാനവർ രണ്ടാളെ ഇരിക്കുന്ന സദസ്സിൽ വെച്ചാൽ പറയുന്നത് ഇത്രയും ധീരനായിട്ട് അദ്ദേഹം പ്രസംഗിച്ച ആ പ്രസംഗം എന്റെ മനസ്സിൽ ഇങ്ങനെ തട്ടി കൊണ്ടുവരികയാണ്. ആ പേര് രണ്ടാൾ പേര് പറഞ്ഞില്ല, തൽക്കാലം ആ കാര്യം മനസ്സിലായാൽ മതി ഇതില്. അപ്പൊ ഇൽമ എന്തായിരിക്കണം, മുഖത്ത് പോകണം. പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഞാൻ കേട്ടത്, ഉസ്താദ് നിങ്ങൾ ഇന്നത്തെ നിങ്ങൾക്ക്, ഞാൻ 7ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചു, പക്ഷെ ഇന്ന് നമ്മളെ ഇപ്പൊ ആക്കുന്നത് 2 വരികൾ ഓടി. ശ്രദ്ധിച്ച നിങ്ങള് എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിനെ പറ്റി ആ ഇലാഹും എന്താ അർത്ഥം? ഇലാഹ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അതിന്റെ പേരിൽ അന്ന് ആ ഇലാഹും അന്നല്ലാത്ത ഇലാഹ് ഉണ്ടോ? അതിന്റെ കൂടെ അതിന് വേണ്ടി അവിടെ കൊടുത്ത ഒരു 100 PhD ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളാണ് അവിടെ എടുത്തത്. കാറ്റ്, വെളിച്ചം, പിന്നെ അതുപോലെ തന്നെ മഴ, അതുപോലെ തന്നെ വൃക്ഷങ്ങള്, അതിൽ നിന്ന് വരുന്ന പിന്നെ വിഭവങ്ങള്, ഇങ്ങനെ വരുന്ന 100,000 കാര്യങ്ങൾ 2 മിനിറ്റ് കൊണ്ട് ആ കുട്ടി ഇവിടെ ഓടുകയുണ്ടായി. പ്രസംഗിച്ചു 100-150 PhD എടുക്കാവുന്ന സാധനമാണ്. നമ്മൾ മുടി എടുത്തിട്ട് മുടിന്റെ നാരെടുത്തിട്ടാണ് PhD. അപ്പൊ എത്രയോ വലിയൊരു ഗവേഷണ ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിൽ. അത് പഠിക്കാനുള്ള യോഗമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന്റെ കൂടെ നിങ്ങൾക്ക് ദുനിയായ കണ്ടപ്പോൾ എനിക്ക് അഭിനന്ദനം അറിയിക്കാതിരിക്കാൻ വയ്യ. കാരണം 2 സദസ്സുകളാണ് സാധാരണ നമ്മള് രാവിലെ വന്ന പള്ളിക്ക് കാണാൻ. അപ്പൊ അതില് ഉസ്താദിന്റെ സദസ്സാണ് അവിടെ ഞാൻ എപ്പോഴും ആസ്വദിക്കുക. സത്യത്തില് പഴയ കാലത്ത് നമുക്ക് പള്ളി ദർശകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത് ഇല്ലാതെ പോയിട്ട് ആ ഒരു നിങ്ങൾക്ക് പല കോളേജിലും പക്ഷെ ഉണ്ടാവുന്നില്ല. പക്ഷെ ഇവിടെ അത് ഇങ്ങനെ സന്ദർഭം ഉണ്ടാക്കിയതുകൊണ്ട് എന്താ വിളിച്ചത് എന്തോ ഒരു നമ്മൾ അറിയാത്ത മാസ്മരികമായ അറിവ് അതിൽ നിന്ന് ലഭിക്കുന്നത്. അദ്ദേഹത്തിന് അറിവിനെ കൂടുതൽ നൽകി അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യം നൽകുമാറാകട്ടെ. 5 പ്രസന്റേഷൻ
ഇപ്പൊ നമുക്കറിയാം അത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വളരെ അറിയപ്പെടുന്ന 3, 4, 5 ചുരുങ്ങിയ റിസർച്ചുകൾ മാഗസിൻസുകളിൽ നമ്മുടെ ലേഖനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്റർവ്യൂവിൽ ഒരു പോയിന്റാണ്, അല്ലെങ്കിൽ 2 പോയിന്റ്, 10 പോയിന്റ്, 7 പോയിന്റ് കിട്ടും. ആ ഒരു ഐറ്റത്തിൽ മാത്രം അത് എന്റെ കഴിവിനനുസരിച്ച് അതിന് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പ്രധാന കാര്യമാണ്. അതുകൊണ്ട് ഈ ഫെസ്റ്റ് നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓഫ് സ്റ്റേജ് ഐറ്റംസിനും വളരെ പ്രാധാന്യമുണ്ട് നമ്മളെ അറിയിക്കണം. പിന്നെ ചിന്താരാഗം, പിന്നെ ഇപ്പോ എക്കണോമിക്സ് പുതിയ സംഭവങ്ങളാണ്. എക്കണോമിക്സ് തലത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കാൻ കഴിയണം. കാരണം നമ്മള് 1000 രൂപയുള്ളവനും 1,00,000 രൂപയുള്ളവനും 1 കോടി ഉള്ളവനും കോടിക്കണക്കിനുള്ളവനും ജീവിതം ഒന്നാണ്. അപ്പൊ ആ ജീവിതത്തെ നമ്മള് ആ ടൈമിലേക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതും നമുക്ക് ഫെസ്റ്റിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ പുതിയ പുതിയ ചിന്തകൾ വരേണ്ട കാലഘട്ടം. വെറും പാട്ടും അങ്ങനെ നിസ്സാരപ്പെടുത്തല്ലോ. പാട്ട് വേണം. കാരണം സാധാരണക്കാർക്ക് അടിയിൽ കയറുമ്പോൾ നല്ല പ്രശ്നം. ഇപ്പോഴും ആരോഗ്യം വേണം. ഏറ്റവും നല്ല ഒരു ഉസ്താദ് ഉണ്ടല്ലോ നമ്മളെ ഉദവി, എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ആക്കോടല്ല, മറ്റേ എന്ത് ഉസ്താദ്? അൻവർ അലി ഉദവി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടോ? നല്ല കവിതകളൊക്കെ പാടി നല്ല രസമായിട്ട് അദ്ദേഹത്തിന് ഒരു 3 മിനിറ്റൊക്കെ പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പുസ്തകം വായിച്ചാൽ മതി. ഇതൊക്കെ ആർജിച്ചെടുക്കാനുള്ള ഒരു അവസരമാണ്. നിസ്സാരമാക്കി നിങ്ങൾ തള്ളേണ്ട. കാരണം ഇത്തരം ഒരു സദസ്സിൽ നിന്നാണ് അല്ലെന്നില്ല ഞാൻ ഇത് നമ്മുടെ ഇന്നത്തെ ഗാർഹുദയുടെ പ്രിൻസിപ്പളായ ബഹുമാന്യനായ അദ്ദേഹത്തിന് പ്രിൻസിപ്പൾ എന്നല്ലോ, ആ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ ബഹാവുദ്ദീൻ ഉസ്താദ് ഒരിക്കൽ സദസ്സിൽ ഞാൻ ചെറുപ്പത്തിലാണ് യുവാക്കളുടെ പങ്ക് ഇസ്ലാമിൽ ഒരു സദസ്സ് നിങ്ങളുടെ പ്രായത്തിലാണ്. ആ സദസ്സ് കേട്ടതാണ് സത്യത്തിൽ എന്റെ ജീവിതത്തിൽ ദീനീപരമായ ചലനുണ്ടാക്കി. ആദ്യത്തെ സദസ്സ് ദീനി വിജ്ഞാനത്തിൽ യുവാക്കളുടെ പങ്ക്. അത് ഞാൻ വെറുതെ കേൾക്കാൻ പോയതാണ്. പക്ഷെ ആ ഒരു കേൾവി ഉണ്ടല്ലോ, ഇന്ന് ഉസ്താദന്മാരുടെ സ്നേഹമായി, നമ്മൾ ഇങ്ങനത്തെ പ്രസ്ഥാനങ്ങളോട് സ്നേഹമായി, ഇങ്ങനെ പ്രസ്ഥാനത്തെ സ്നേഹിക്കാനുള്ള മനസ്സ് വന്ന് എന്നൊക്കെ സ്റ്റാർട്ടിങ് പോയിന്റ് ആയിരുന്നു. അതിന്റെ മാതിരി ഇത്തരം സദസ്സുകളെ നിങ്ങൾക്ക് നല്ലൊരു നീയത്തോടുകൂടെ ഇത് എന്റെ നീയത്ത് ഇന്നമല്ലാമാലും ഞാൻ ആകെ പഠിച്ചില്ല ഹദീസാണ്. ഇന്നമല്ലാമാലും അപ്പൊ നീയത്ത് വേണം. ഏതൊരു പ്രവർത്തനം നീയത്തോടുകൂടെ നിങ്ങൾ നീക്കണം കേട്ടോ. ഞങ്ങൾ ഉസ്താദാണ് തമാശയൊക്കെ പറഞ്ഞ ആളാണെങ്കിൽ തമാശ പറയേണ്ടതാണ്. വലിയ തമാശകളൊക്കെ പറഞ്ഞാൽ ഞാൻ PhD കാര്യം പറഞ്ഞപ്പോൾ ഇന്നലെ ഉണ്ടായ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ പിന്നെ ഇവിടെ ഇതൊക്കെ ഉള്ള അനുഭവം. ഇന്നലെ ഒരു കുട്ടി മലേഷ്യയിൽ ഒരു കുട്ടിയാണ്, വഫിയ കയ്യിൽ. ആ കുട്ടി സ്വന്തമായിട്ട് അവിടെ വഫിയ പോണ കുട്ടിയാണ്. ആ കുട്ടി ഇപ്പോ അവിടെ നിന്ന് ആ കുട്ടി ഇന്നലെ പറയണ നമ്മുടെ സൗദി അറേബ്യയിൽ PhD ഗവേഷണത്തിന് കിട്ടി. അപ്പൊ അതിന് എന്നോട് പറഞ്ഞു, എന്നോട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. സർട്ടിഫിക്കറ്റ് അതിനൊന്നുമല്ല, ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാര്യമില്ല, ഒരു സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റ് അവർക്ക് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. എന്നാലേ അവർക്ക് എത്തുള്ളൂ. അവിടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഒരു പോയിന്റ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സാധനത്തിന് വേണ്ടി എന്നെ സമീപിച്ചു. ആലോചിച്ചു, നമ്മൾ പെൺകുട്ടികൾ വരെ നിങ്ങളെ ഈ മേഖലയിൽ വന്നതോടുകൂടി എത്രമാത്രം മാറ്റങ്ങൾ വന്നു എന്ന് നമ്മൾ അനുമാനിക്കാവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ ദിവസം 2 ദിവസത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ മുഴുവൻ കുട്ടികൾക്കും ഇവിടെ ഞങ്ങൾ മുഴുവൻ ടീച്ചേഴ്സിനും ട്രെയിനിങ് കൊടുത്തു. അത് മൊത്തത്തിൽ ഭൂരിഭാഗം വാഫികളാണ് പ്രഗത്ഭരായ. നമ്മളിൽ നമ്മളെ കുട്ടികൾക്ക് ഒഴിവില്ല, വാഫി കുട്ടികൾക്ക് ഒഴിവില്ല. അവർ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ വിദേശത്ത് വരെ ഇത്തരം പരിപാടികൾ നമ്മുടെ ആളുകൾ മറ്റു സദസ്സുകളിലൊക്കെ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചോയ്സ് ചെയ്ത വാഫി അത് ഗുണമുണ്ടോ
നിങ്ങൾക്കൊക്കെ പഠനം തുടങ്ങി, നിങ്ങൾ മറ്റുള്ളവരൊക്കെ ഗ്രൂപ്പ് ഏതാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ, എഞ്ചിനീയർ ഒക്കെ ആയിരിക്കും. എന്താണ് ഡോക്ടർ, എന്താണ് എഞ്ചിനീയർ എന്ന് പറയുക? നിങ്ങളാണ് യഥാർത്ഥ സോഷ്യൽ എഞ്ചിനീയേഴ്സ്. സമൂഹത്തിനെ വളർത്തിയെടുക്കുന്ന സോഷ്യൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഏറ്റവും പ്രഗത്ഭരായ ആളുകളാണ് ഈ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ പറ്റി അറിയില്ല. അതാണ് ഞാൻ എന്നെ പറ്റി മനസ്സിലാക്കുന്നില്ല. ഞാൻ പറയുന്നു, ഞാൻ എടുക്കുന്ന അധ്യാപക ജോലിയേക്കാൾ മഹത്വമായ ജോലി ഞാൻ കണ്ടിട്ടില്ല. 10-60 വയസ്സായി. ഇതിലും നല്ലൊരു ജോലി ഏതൊരു ഡോക്ടറാണ്, എഞ്ചിനീയറായിട്ട്, എന്ത് മേഖലയെക്കാളും ഏറ്റവും മഹത്തായ ജോലിയാണ് ഞാൻ സേവനം ചെയ്തത് എന്ന് എനിക്ക് ബോധ്യമായി. അത് നമ്മൾക്ക് ഓരോ സദസ്സിലിട്ടും ഓരോ പരിപാടികൾക്ക് പോകുമ്പോഴാണ് അത് മനസ്സിലാക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈ പുതിയ വിദ്യാർത്ഥികളോട്, ഇക്കൊല്ലം വന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾ വളരെ സമർത്ഥരാണ്. നിങ്ങൾ നിങ്ങളുടെ കൂടെ ആരുണ്ട്, പഠിച്ചുകൊണ്ട് അല്ലാതെ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ രാവിലെ മുതലേ നിങ്ങൾ അലർട്ടാകുക. പഠനം മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ ഈ പറഞ്ഞ ഫെസ്റ്റിവൽ ആവട്ടെ, ഇതൊക്കെ നിങ്ങളുടെ കഴിവ് പലപ്പോഴും നമ്മുടെ കഴിവ് കണ്ടെത്തുന്നത് 60-40 വയസ്സായിട്ട് 50 വയസ്സായിട്ട് കണ്ടെത്തിയ കാര്യമില്ല. ഒരുപാട് കഴിവുകൾ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങി കൂടുന്നുണ്ടാവും. ആ കഴിവുകളൊക്കെ ഗവേഷണം ചെയ്ത് കൊണ്ട് നമ്മളെ തന്നെ സ്വയത്തമാക്കേണ്ട ഒരു സമയമാണ്. അപ്പൊ ഇത്തരം സമയങ്ങൾ നിങ്ങൾ അതിൽ തന്നെ ഉപയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ എടുത്ത തീരുമാനത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അത് ഒരു കാര്യം ഒരു സുഹൃത്താണ്. എല്ലാം ഞാൻ പരിശീലിച്ച് തന്നെ പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് അലീഗഡ് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ നിങ്ങളൊക്കെ പ്രായത്തിൽ ഏകദേശം ഇത് ഡിഗ്രി സമയം, നിങ്ങളുടെ പ്രായമല്ല, ഡിഗ്രീൻ്റെ പ്രായത്തിൽ ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ പ്രായത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. നമ്മളിങ്ങനെ ഈ ശത്രുക്കളെയൊക്കെ ആക്രമിക്കാൻ വേണ്ടി ശരിക്കും നമ്മള് ബോംബും അതിലൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. നമുക്ക് എന്തുകൊണ്ട് തേനീച്ച കൊണ്ട് ഒരു ഗവേഷണം നടത്തിക്കൊള്ളാം. അയാൾ പറഞ്ഞൊരു വാക്കാണ്, തേനീച്ചയെ ഉപയോഗപ്പെടുത്തി ശത്രു സംഹാരം നടത്താനുള്ള ഒരു ഗവേഷണം നമുക്ക് എന്ത് കൊടുത്ത് അവർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുത്തൂടെ? ചിന്തകളാണ് അദ്ദേഹത്തിന്റെ ചിന്തകൾ. ഇന്ന് അദ്ദേഹം ഇന്ത്യയെ അഭിമുഖീകരിച്ചുകൊണ്ട് ലോകത്ത് മൊത്തം വിദേശ രാജ്യങ്ങളിൽ മ്യൂസിയോളജി എന്ന് പറയുന്ന മ്യൂസിയോളജി എന്ന പുരാതന വസ്തുക്കളെ പറ്റി പഠിക്കുന്ന ഗവേഷണ വിജ്ഞാനശാലയാണ്. അതിൽ ലോകത്ത് പല രാജ്യങ്ങളിലും പ്രസന്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ റിട്ടയർഡ് ആകുന്ന സമയത്ത് അയാൾ റിട്ടയർഡ് ആവേണ്ടതാണ്. പക്ഷെ അയാളുടെ സമയം 65 വയസ്സാക്കി. നോക്കണം നിങ്ങൾ. ഞാനും അയാൾ ഏകദേശം ഒരു എഞ്ചിനീയറിംഗ് പഠിച്ച പറയുന്നത് അടുത്ത സുഹൃത്തുക്കളാണ്. ദൂരത്തൊന്നുമല്ല, ഉപ്പറമ്പരാണ് ആള്. ഉപ്പറമ്പര കുട്ടികളുണ്ടെങ്കിൽ അറിയാം. പേര് റഹീം സാഹിബ്, എല്ലാം കൃത്യം. അദ്ദേഹം ഇന്ന് അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രഗത്ഭനായ പ്രൊഫസറാണ്. എൻ്റെ പ്രായക്കാരനാണ്, പക്ഷെ റിട്ടയർ ആയിട്ടില്ല. അയാൾക്ക് ഇനി 65 കഴിഞ്ഞാൽ റിട്ടയർമെന്റ് കൊടുക്കില്ല. കാരണം അതാണ് നമ്മുടെ ഗവേഷണ ചിന്തകൾ ഉയർന്നു വന്നാലും അന്നുണ്ടായിരുന്ന ആ ഗവേഷണ ചിന്തയിൽ നിന്ന് അദ്ദേഹം വേറെ ഗവേഷണ ചിന്തയിലേക്ക് പോയി. അങ്ങനെ അയാൾ പഠിച്ച് അക്കാലത്ത് അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഗവേഷകനായി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ പരിപാടി ഇവിടെ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. Thank you, Aziz Mansur.